ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ദൈവകരുണയെ ധ്യാനിച്ച് കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ, നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരെല്ലാവരുടെ മേലും ദൈവകരുണ വന്ന് നിറയുവാൻ ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റും. അത് ദൈവകരുണയുടെ സമൃദ്ധിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും കൈപിടിച്ചുയർത്തും. ആ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ നമുക്ക് അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കരുണയായിരിക്കണമേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ മണിക്കൂറിന്റെ എല്ലാ അനുഗ്രഹങ്ങള് നമ്മുടെ മേൽ വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന അമ്മിക്കുട്ടിയെ പ്രത്യേകം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ലൂബിമോളെയും അലനെയും അവരുടെ ദാമ്പത്യ ജീവിതത്തെയും ദൈവം അനുഗ്രഹിക്കുവാൻ, അവരുടെ നല്ല ഭാവിക്ക് ദാമ്പത്യ സന്തോഷം പൂർണ്ണമാകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മരിയയും അതുപോലെ ജോർജിനെയും സമർപ്പിച്ചും അവരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ കരുണയുടെ ജപമാലയിൽ അവരെ സമർപ്പിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവകരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വർഷിക്കപ്പെടുവാൻ നമുക്ക് ഈ സമയം പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ് എന്നുള്ള കാര്യം ദൈവവചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കരുണ ലഭിക്കാനുള്ള ചില ഉറപ്പുള്ള വഴികൾ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വഴിയിലേക്ക് എത്തി നിന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവം നമുക്കായിട്ട് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ കരുണ, അതിൻ്റെ സമൃദ്ധി നമ്മുടെ ഹൃദയത്തിലേക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. ഏതാനും ചില വഴികൾ, ദൈവവചനം നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ചില വഴികളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. അതേക്കുറിച്ച് ബോധ്യമുണ്ടായി ആ ബോധ്യത്തോടെ നമ്മൾ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവകരുണ നമുക്ക് ലഭിക്കും. നമ്മൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാവുന്ന ചില വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അവർക്കെല്ലാം വേണ്ടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ദൈവകരുണ അവർക്കും വാങ്ങിക്കൊടുക്കുവാനായിട്ട് ഈ സമയം പ്രത്യേകം ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിലൊരു പ്രധാനപ്പെട്ട വഴി വചന വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് പാപത്തിൽ നിന്ന് പിന്തിരിയുവാൻ തീരുമാനമെടുക്കുന്നവർക്ക്, അതിനായിട്ട് പ്രയത്നിക്കുന്നവർക്ക് ദൈവകരുണ ലഭിക്കും. കരുണ ലഭിക്കണമെങ്കിൽ നാം പാപജീവിതം നയിച്ചുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു തീരുമാനം, ഒരു മനസ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കും എന്നുള്ളത് വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പ്രഭാഷകൻ 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമുക്കിത് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ സാധിക്കുന്നത്. പാപത്തിൽ നിന്ന് പിന്തിരിയാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ സ്വർഗത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും എന്നുള്ളത് തിരിച്ചറിയാം.
കരുണ കാണിക്കാൻ അവസരം നോക്കി നടക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവം നമ്മോട്, നമ്മുടെ കുടുംബത്തോട് കരുണ കാണിക്കാൻ അവസരം നോക്കി നടക്കുക. എപ്പോഴാണ് ഈ അവസരം നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്നത്? അതാണ് നമ്മൾ പാപത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ. കാരണം പാപവും ദൈവവും ഒരുമിച്ച് പോകത്തില്ല. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാപം വെടിയാനും ദൈവത്തിങ്കിലേക്ക് തിരിയാനും നമുക്ക് സാധിക്കണം. 2 ദിനവൃത്താന്തം 16:9 ഇതുമായി ചേർന്ന് പോകുന്ന ഒരു സന്ദേശമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: തൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുന്നവരോട് കരുണ കാണിക്കാൻ, അവരെ അനുഗ്രഹിക്കാൻ ദൈവം വെമ്പൽ കൊള്ളുന്നു. ദൈവത്തിൻ്റെ കണ്ണുകൾ ഈ ഭൂമിയിൽ ഉടനീളം പാഞ്ഞു നടക്കുന്നു എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. അത് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിഷ്കളങ്കരെ, പരിശുദ്ധരെ കണ്ടെത്താൻ, അവരുടെ മേൽ തൻ്റെ ശക്തി പ്രകടമാക്കാൻ ദൈവത്തിൻ്റെ കണ്ണുകൾ ഈ ഭൂമിയിൽ ഉടനീളം പാഞ്ഞു നടക്കുകയാണ്. നമുക്ക് നിഷ്കളങ്കരെന്ന് പറയാൻ പറ്റുന്നത് പാപം വെടിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ്. പാപികളെ നിഷ്കളങ്കരെന്നാരും വിളിക്കാറില്ല. പറയുണ്ട്, ഏതെങ്കിലും വിധത്തിൽ നാം പാപത്തിൽ നിവദിച്ചെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ, ദൈവകൃപയിലേക്ക് തിരിയാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് കർത്താവിൻ്റെ കരുണ സ്വർഗത്തിൽ നിന്ന് നമുക്കായി പുറപ്പെടുന്നത്. പറയുണ്ട്, കരുണ പ്രാപിക്കാൻ നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരണം എന്നുള്ളത് ഈ വചനഭാഗങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയുള്ളവർക്ക് ദൈവം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യം അറിയാൻ മറ്റൊരു വചനം കൂടി നമുക്കെടുക്കാം. പ്രഭാഷകൻ 17:22. പ്രഭാഷകൻ 17:22 നമ്മൾ വായിക്കുന്നത്, കാരുണ്യം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. നമുക്കറിയാം, നമ്മുടെ റെറ്റീനയ്ക്ക് എന്തെങ്കിലും ട്രബിൾ വന്നാൽ അത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കും. കാരുണ്യം കണ്ണിലെ കൃഷ്ണമണി പോലെയാണ്. ഇത് ദൈവത്തിൽ നിന്ന് എടുക്കാനും ദൈവനാമത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും സാധിക്കണം. അവിടെ നമ്മൾ വിലപ്പെട്ടവരായി മാറുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ കണ്ണുകളിലും മനുഷ്യരുടെ ദൃഷ്ടിയിലും നാം വിലപ്പെട്ടവരായി മാറുന്നു എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. എസെക്കിയേൽ 18:30 വചനം കൂടി എടുത്താൽ, നിങ്ങളുടെ അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുവിൻ എന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതിക്രമങ്ങളിൽ നിന്നും പിന്തിരിയുക. അതിക്രമങ്ങൾ കാട്ടുന്ന ആ ഒരവസ്ഥയിൽ ദൈവത്തിന് നമ്മെ രക്ഷിക്കാനോ സഹായിക്കാനോ നമ്മോട് കരുണ കാണിക്കാനോ പറ്റത്തില്ല. പക്ഷേ അതിക്രമങ്ങൾ എപ്പോൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുന്നോ ആ സമയം തന്നെ സ്വർഗത്തിൽ നിന്ന് കരുണ പ്രവഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ക്ഷണം നമ്മുടെ തന്നെ നന്മയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ഒരു ക്ഷണമാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. യെശയ്യായുടെ പുസ്തകം 1-15 മുതൽ വായിക്കുമ്പോൾ, യെശയ്യായുടെ പുസ്തകം 58 മുതൽ ഈ 2 വചനഭാഗങ്ങളും ഒരേ സന്ദേശം നമുക്ക് തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ നിന്ന് പിന്തിരിയുക. പാപത്തിൽ നിന്ന് പിന്തിരിയാൻ നീ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയ്ക്കുള്ള അർഹത, യോഗ്യത നിനക്ക് ലഭിക്കുന്നു എന്ന് ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ വെളിച്ചത്തിലാണ് രണ്ടാമതൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ദൈവകരുണ ഉറപ്പാക്കുന്ന രണ്ടാമത്തെ കാര്യം ഇതാണ്: ദൈവത്തിലേക്ക് നമ്മൾ തിരിയുക. പാപം ചെയ്യാതിരിക്കുന്നവർ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നവരായിരിക്കണമെന്നൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ആര് ചോദിച്ചാലും ഞാൻ അങ്ങനെ പാപങ്ങളോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ ഞാൻ ദൈവത്തെ നോക്കിയിരിക്കുന്ന അവസ്ഥയോ ദൈവത്തിൻ്റെ കരുണയിൽ വസിക്കുന്ന ഒരവസ്ഥയോ എൻ്റെ ജീവിതത്തിൽ അതിൻ്റെ പേരിൽ ഉണ്ടാകണമെന്നില്ല. പറയുന്നുണ്ട്, ദൈവം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിന് ഒരു പൂർണ്ണത കൈവരിക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. നമുക്കറിയാം, ചില വൃക്ഷങ്ങളാണേലും സൂര്യപ്രകാശമുള്ളിടത്തേക്ക്
തിരിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സൂര്യകാന്തി ചെടിയുടെ ഒരു പ്രത്യേകത അത് സൂര്യനെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്തീയ ജീവിതം യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നു എന്ന് പറയാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിങ്കിലേക്ക് നമ്മൾ നോക്കിയിരിക്കണം, ദൈവ കരുണയിലേക്ക് നമ്മൾ നോക്കിയിരിക്കണം. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിലേക്ക് ഈ കരുണ സമൃദ്ധമായി വർഷിക്കപ്പെടും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. സങ്കീർത്തനം 123 രണ്ടാമത്തെ വചനത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, യജമാനൻ്റെ കരങ്ങളിലേക്ക് മുഖത്തേക്ക് ദാസൻ്റെ ദൃഷ്ടി പതിച്ചിരിക്കുന്നത് പോലെ ഞാൻ കർത്താവിങ്കിലേക്ക് നോക്കിയിരിക്കുന്നു. ഇത് മനോഹരമായൊരു പ്രാർത്ഥനയാണ്, ദൈവത്തെ നോക്കിയിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരുപാട് വാക്കുകളുടെ ആവശ്യമൊന്നുമില്ല. സങ്കീർത്തനം പറയാണ്, എനിക്ക് കരുണ കിട്ടുന്നിടം വരെ. ഇത്ര സമയം ഒന്നും പറഞ്ഞിട്ടില്ല. 3 ദിവസം ഞാൻ നോക്കിയിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല. 3 മാസം ഞാൻ നോക്കിയിരിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചിലപ്പം 3 ദിവസം, 7 ദിവസം, 9 ദിവസം, 12 ദിവസം ഇങ്ങനെയുള്ള നൊവേനകളും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട്. ഇനി അത്രയും ദിവസം ഞാൻ കാത്തിരിക്കും, അതിനോടകം വല്ലതും സംഭവിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ പ്രാർത്ഥനാ ജീവിതം അവിടെ കൊണ്ട് നിന്നുപോകും. ഇവിടെ സങ്കീർത്തകൻ അങ്ങനെ ഒരു നിശ്ചിത സമയം പറയുന്നേയില്ല. എനിക്ക് കരുണ കിട്ടുന്നിടം വരെ ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിരിക്കും. ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആ ദൈവത്തിൽ നിന്ന് ഒരു പ്രത്യുത്തരം ലഭിക്കുന്നിടം വരെ ആ പ്രാർത്ഥന നമ്മൾ തുടരണം. ഇനി അത് ദൈവം അവസാനം പറയുന്നത് എന്തു ആയിക്കോട്ടെ. സുഭാഷിതങ്ങൾ 16:3 നമ്മൾ വായിക്കുന്നൊരു കാര്യമാണ്, നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിച്ച് നീ പ്രാർത്ഥനയിൽ കാത്തിരിക്കുക. 1-ാമത്തെ വചനം പറയുന്നുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം അത് ദൈവം എടുക്കേണ്ടതാണ്. ആ തീരുമാനം എന്തു തന്നെ ആയിരുന്നാലും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ് ദൈവമക്കൾക്ക് ഉണ്ടാകണം. അങ്ങനെയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം അവരുടെ നന്മയ്ക്കായിട്ട് ദൈവം രൂപാന്തരപ്പെടുത്തും. ജെറമിയ 29:11 വചനം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നതാണ്, ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പദ്ധതി, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്ലാനുകൾ ഇതൊന്നും ശരിക്കും നമുക്ക് നന്മ വരുത്തണമെന്നില്ല. പക്ഷേ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി എപ്പോഴും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ള എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. പലവിധ ജീവിത പ്രശ്നങ്ങളാൽ വലയുന്നവർ വന്ന് വചനം കേട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ, ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവത്തിൽ കണ്ടെത്തുവാൻ ഇടയാക്കണമെന്ന് യാചിച്ചുകൊണ്ട് കർത്താവിനെ അല്പസമയം സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തുന്നു. ആ നാമം വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും